ശീബോധിക്ക് വയ്ക്കുക എന്ന് പറയും കർക്കിടകത്തിലെ. അത് ലോപിച്ചുണ്ടായ വാക്കാണ്. ശ്രീ ഭഗവതിക്ക് വയ്ക്കുക, അല്ലെങ്കിൽ ശ്രീ ഭഗവതി ആനയിക്കുക, ഇതെല്ലാം ശീബോധിക്ക് വയ്ക്കുക എന്ന് പറയും. കർക്കിടകത്തിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. കർക്കിടകത്തിൽ സത്യത്തിലെ ഒരു പഞ്ഞ മാസമാണ്, ദുർഘടം പിടിച്ച ജീവിതമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് കർക്കിടകത്തിൽ ദശപുഷ്പം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്നറിയോ? ദശപുഷ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മുക്കൂറ്റിയുണ്ട്, പിന്നെ കയ്യോന്നിയുണ്ട്. കയ്യുണ്ണി എന്ന് നമ്മൾ പറയും. മുക്കൂറ്റി നമുക്കറിയാലോ, പൂജകൾക്കും ഗണപതി ഹോമത്തിനൊക്കെ നമ്മൾ എടുക്കുന്നതാണ്. പിന്നെ അതിന് ദേവത വരുന്ന ശ്രീ പാർവതിയാണ് സത്യത്തിൽ. പിന്നെ ഉഴിഞ്ഞ, ഇപ്പം നമുക്ക് മൂന്നെണ്ണമായി. പിന്നെ നിലപ്പന എന്ന് പറയും. ഈ നിലപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ മുസ്ലിം എന്നൊക്കെ പറയും. പിന്നെ തിരുതാളിയുണ്ട്, വിഷ്ണു ക്രാന്തി, കൃഷ്ണക്രാന്തി എന്നൊക്കെ പറയും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷ്ണുക്രാന്തിയുടെ പ്രത്യേകത, കൃഷ്ണക്രാന്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയ്ക്ക് നല്ലതാണ്. മുടി കൊഴിച്ചിൽ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ പൂവാങ്കുരുന്നില, നല്ല വയലറ്റ് കളറുള്ളതാണ് പൂവാങ്കുരുന്നില. അപ്പോൾ ആ പൂക്കളെല്ലാം ഉപയോഗിക്കും. പിന്നെ അതുപോലെ നമുക്കറിയാം മുയൽ ചെവിയൻ, നല്ല ആരോഗ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് മുയൽ ചെവിയൻ. കറുകയുണ്ട്, ചെറുള ഇല്ലേ? കറുക എന്തിനൊക്കെ ഉപയോഗിക്കണേ? നമ്മൾ ഗണപതി ഹോമത്തിന് ഉപയോഗിക്കുന്ന സാധനമാണ് കറുക. പിന്നെ അതുപോലെ മാല കെട്ടാൻ ഉപയോഗിക്കും. ഇനി മരിച്ചു കഴിഞ്ഞാൽ ബലി ഇടുന്ന സമയത്ത് ഉപയോഗിക്കും. പിന്നെ അതുപോലെ ബുദ്ധിശക്തിക്കൊക്കെ നല്ലതാണ്. പിന്നെ അതുപോലെ ഇത്രയൊക്കെയാണ് നമുക്ക് വരുന്നത്. പിന്നെ ഈ കറുക നമുക്കറിയാം. ഇപ്പോൾ ദശപുഷ്പം എന്തിനാണ് യൂസ് ചെയ്യണേ? ദശപുഷ്പം സത്യത്തിൽ തിരുവാതിര വന്നു, ധനുമാസത്തിൽ തിരുവാതിര അല്ലെ, ശിവന് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ്. തലേദിവസം സ്ത്രീകളെല്ലാം കുളിച്ച് ദശപുഷ്പം ചൂടുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. പിറ്റേ ദിവസം തിരുവാതിര ദിവസം സുമംഗലികൾ എന്ത് ചെയ്യും? അവരും ദശപുഷ്പം ചൂടും. പിന്നെ ഇതാണ് നമ്മുടെ ദശപുഷ്പത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ദശപുഷ്പങ്ങൾ. പിന്നെ അതുപോലെ തന്നെ അഷ്ടമംഗല്യം ഒരുക്കും. അഷ്ടമംഗല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഷ്ടമംഗല്യം എന്ന് പറയുമ്പോൾ പല സ്ഥലത്തും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അഷ്ടമംഗല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. നെല്ല്, അരി, വസ്ത്രം, പിന്നെ അതുപോലെ തന്നെ നല്ല വാൽക്കണ്ണാടി, പിന്നെ കിണ്ടി, നാളികേരം, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ അഷ്ടമംഗല്യമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ വിവാഹത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറപറ ഉപയോഗിക്കും വിവാഹത്തിൽ. ഇതൊക്കെ ഐശ്വര്യത്തെ കാണിക്കാനാണ്. ചില സ്ഥലങ്ങളിൽ ഭയങ്കര വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധി തത്വം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ശുദ്ധി തത്വത്തിൽ ബ്രാഹ്മണനെ പറയുന്നുണ്ട്, രാജാവിനെ പറയുന്നുണ്ട്, സൂര്യനെ പറയുന്നുണ്ട്, ജലം പറയുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ തന്ത്ര വിഷയങ്ങളിലുണ്ടല്ലോ, ക്രിയാദീപ്തത്തിലൊക്കെ കുറേ രീതികൾ പറയുന്നുണ്ട്. ശിവനുണ്ട്, പിന്നെ അതുപോലെ തന്നെ വിഷ്ണു ഉണ്ട്, ശങ്കരനാരായണനുണ്ട്, ദുർഗയുണ്ട്, ശാസ്താവുണ്ട്, ഗണപതിയുണ്ട്, മുരുകനുണ്ട്. അപ്പോൾ ഇതൊക്കെ കേരളത്തിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലല്ല, ഇന്ത്യയിൽ മുഴുവൻ ഹിന്ദുക്കളിൽ ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. ഈ വ്യത്യസ്തതകൾ എന്തിനാ? ഐശ്വര്യത്തിന് വേണ്ടിയിട്ട്. ആ കാലഘട്ടത്തിന് ചേരുന്ന രീതിയിൽ ആണ് ആചാരങ്ങൾ ഇല്ലേ? ആചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനെയാണ് ആചാരങ്ങളായിട്ട് പറയുന്നത്. പിന്നെ അതിൽ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യം, ഇപ്പോൾ നമ്മൾ പറഞ്ഞു അഷ്ടമംഗല്യം ഒരുക്കി വെച്ചു, ദശപുഷ്പങ്ങൾ എടുത്തു, ഇതെല്ലാം തലേദിവസം റെഡിയാക്കി വെച്ചു. പിറ്റേ ദിവസം കുളിച്ചു വന്നു, സ്ത്രീകളെല്ലാം ഇതെല്ലാം ചൂടി ഐശ്വര്യമായിട്ട് കണ്ടു. വിളക്കായിട്ട് നമ്മൾ സങ്കല്പിക്കണം, ഭഗവതിയെയാണ് നമ്മൾ വിളക്കായിട്ട് സങ്കല്പിക്കണേ. പിന്നെ ചില വീടുകളിൽ പണ്ട് കാലത്ത് അടുക്കള തേവാരം എന്നൊക്കെ പറയും. പിന്നെ അതുപോലെ ചെങ്കണപതി ഹോമം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണപതി ഹോമത്തിന് വേണ്ട വീട്ടിൽ തന്നെ അടുക്കളയിൽ വിളക്ക് കത്തിച്ചിട്ട് നെയ്യ്, തേങ്ങ, ശർക്കര ഇതെല്ലാം ഗണപതി ഹോമം നടത്തും സ്ത്രീകൾ. അത് പണ്ട് കാലത്ത് അടുക്കള തേവാരം കുടുംബത്ത് വളരെ വിശേഷമായിരുന്നു, എല്ലാവരും ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ കാലം മാറിയതിന് ശേഷം അത് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അതുപോലെ നമ്മൾ ആയുർവേദം, ഈ ആയുർവേദത്തിൽ സത്യത്തിൽ ഇതൊക്കെ നമുക്ക് കറക്റ്റ് ഡോക്ടർമാർ പറയേണ്ടതാണ്. എനിക്ക് പറയാനുള്ള യോഗ്യതയൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് പഞ്ചകർമ്മങ്ങൾ വരുന്നുണ്ടല്ലോ. പഞ്ചകർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിലെ ഏറ്റവും പ്രത്യേകത എന്താ വെച്ചാൽ കർക്കിടക ചികിത്സ, കർക്കിടക കഞ്ഞി, പിന്നെ എണ്ണ തേച്ച് കുളിക്കുക. ഇതൊക്കെ മലയാളികളുടെ
ശീലങ്ങളാണ് പഞ്ഞമാസത്തിൽ നമ്മൾ ശരീര ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാനും സൗന്ദര്യത്തിനും രോഗപ്രതിരോധത്തിനും. ഇല്ലേ, മഴ തുടങ്ങിയാൽ എല്ലാവർക്കും അസുഖങ്ങൾ വരും. അപ്പോൾ ഈ അസുഖത്തിനുള്ള പ്രതിരോധമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചകർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാമനം പറയുന്നുണ്ട്, വിരോചനം പറയുന്നുണ്ട്, പിന്നെ വസ്തി പറയുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ നസ്ത്യം, രക്തമോഷണം, ഇതൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ അല്ല ഡോക്ടർമാരോട് ചോദിച്ച് അവനവൻ്റെ ആരോഗ്യസ്ഥിതി, അവനവൻ്റെ ശരീരഘടന ഇതൊക്കെ വച്ച് പറയണം. അപ്പം നമ്മൾ പറയുമ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വായിച്ച് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്. ഇതൊക്കെയാണ് മലയാളികൾക്ക് പ്രാധാന്യമായിട്ടും ആചരണ രീതികൾ, അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങൾ, ഇവയെല്ലാം രാവിലെ വച്ച് കണി കണ്ട് കർക്കിടകം തുടങ്ങുകയാണ്. ഇനി നമുക്കതിലേക്ക് വന്നു കഴിയുമ്പോൾ വേറെ ഒരു ഭാഗം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ രാമായണമുണ്ട്. ഞാൻ രാമായണത്തിലേക്ക് വരാം. പിന്നെ കർക്കിടകത്തിൽ വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം കർക്കിടക വാവാണ്. അന്ന് അമാവാസി വരും. മരിച്ചുപോയ മൺമറഞ്ഞു പോയ പിതൃക്കളെല്ലാം നമുക്ക് ഓർമ്മിക്കാനൊരു ദിവസമാണ്. അന്നേ ദിവസം എല്ലാവരും പോയിട്ട് ആലുവ ശിവരാത്രി മണപ്പുറമുണ്ട്, തിരുനാവായയുണ്ട്, പിന്നെ അതുപോലെ തന്നെ തെക്കോട്ട് വന്ന തിരുവല്ലത്ത് പരശുരാമനുണ്ട്, പിന്നെ വയനാട്ടിൽ ഒരു ക്ഷേത്രമുണ്ട്, വിഷ്ണുവിൻ്റെ ക്ഷേത്രമുണ്ട്, തിരുനെല്ലി. അപ്പോൾ ഇവിടെയൊക്കെ ആളുകൾ എന്ത് ചെയ്യും? പിന്നെ ഇപ്പോൾ മിക്ക ക്ഷേത്രങ്ങളിലും കർക്കിടക വാവിന് ബലിയിടാറുണ്ട്. അത് മൺമറഞ്ഞു പോയ പിതൃക്കളെ നമുക്ക് കൃത്യമായിട്ട് ഓർക്കാനാണ്. അപ്പോൾ ഈ യുക്തി ചിന്തകൾ എല്ലാവർക്കും വരുവേ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം എന്നാ പ്രത്യേകത, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അമാവാസി ദിവസത്തിനും പിതൃക്കൾ മനുഷ്യനെ അല്ലെങ്കിൽ അവരുടെ തലമുറകളെ കാണാൻ വരുന്നു എന്നാണ് സങ്കല്പം. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എനിക്ക് യുക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ഓർമ്മിക്കും. ഇവരെല്ലാം ഓർമ്മിച്ച് നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. ഇതെല്ലാം ജലത്തിൽ ഒഴുക്കി കഴിയുമ്പോൾ അത് ജീവജാലങ്ങൾക്ക് കിട്ടും. അത് മൺമറഞ്ഞു പോയ പിതൃക്കളെ ഓർക്കാൻ വേണ്ടിയുള്ള ദിവസമാണ്. പിന്നെ അത് പണ്ട് കാലത്തെ സൈക്കോളജിക്കലി ഒരാൾ മരിച്ചാൽ പിന്നെ ആ ആൾ ജനിച്ച ദിവസമൊന്നും ഓർത്തിരിക്കില്ല, ആ മരിച്ച ദിവസം ഓർത്തിരിക്കും. എന്നിട്ട് പിന്നെ നമ്മുടെ അത്രയും ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകളാണ് അവർ. ആ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകൾ എന്ത് ചെയ്യും? ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്നും ഓർമ്മിക്കണം. എല്ലാ ദിവസവും ഓർമ്മിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഡിപ്രഷൻ സ്റ്റേജ് കൂടി വരും. പിന്നെ ഇവരുടെ സാധനങ്ങൾ കണ്ട്, ഇവരുടെ പഴയ ഡ്രസ്സ്, ഇവരുടെ സാധനങ്ങൾ എല്ലാം കണ്ടു കഴിയുമ്പോൾ ഇതിങ്ങനെ ഓർത്തോർത്തോർത്ത് സങ്കടപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മനുഷ്യൻ എതിർവിഭാഗങ്ങൾ ഒരുപാടുണ്ട്, എതിർവാദങ്ങളുണ്ട്. പക്ഷെ ഞാൻ യുക്തിപരമായിട്ട് പറയുമ്പോൾ മനുഷ്യന് ഓർക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ ട്രിക്കാണ്. ആ ദിവസം തൊട്ട് മരിച്ച ദിവസമാണ് നമ്മൾ ഓർമ്മ വയ്ക്കുന്നത്. മരിച്ച ദിവസം എന്ത് ചെയ്യും? എല്ലാവരും വീട്ടിൽ വന്ന് കുടുംബത്തെ ഒത്തുകൂടി എന്ത് സംഭവിക്കും? ഒത്തുകൂടി എല്ലാവരും രാവിലെ തന്നെ പിതൃക്കൾക്ക് ബലിയിട്ട് അത് കഴിഞ്ഞിട്ട് ബലിശേഷം ഒക്കെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കും എല്ലാവരും ഒരുമിച്ച്. അപ്പോൾ കാരണവന്മാരെ ഓർക്കലായി, അവരോടുള്ള സ്നേഹം പങ്കിടലായി, കുടുംബത്തിൻ്റെ സ്നേഹം, സന്തോഷം, ഇതെല്ലാം ഒത്തൊരുമ, ഇതെല്ലാം കൂട്ടി ഇണക്കിക്കൊണ്ട്, പണ്ട് കാലത്ത് കൂട്ടുകുടുംബം ആയിരുന്നല്ലോ, ആ കൂട്ടി ഇണക്കിക്കൊണ്ടിരുന്ന ഒരു സങ്കല്പം, അതാണ് സത്യത്തിൽ വാർഷികമായിട്ടും ബലിയിടുന്നതും. കർക്കിടകവാവിന് പ്രത്യേകം അമാവാസി വരുന്നുണ്ട്, ഒരു പ്രാധാന്യമുള്ള ദിവസമാണ്. പിന്നെ രാമായണ മാസത്തിലേക്ക് നമ്മൾ കടക്കും.